നാണവും മാനവും ഇല്ലാത്ത ഇംഗ്ലീഷ് മീഡിയ, അതായത് ഇപ്പോൾ ഈ ഒരു പാവം മനുഷ്യൻ ടെൻ ഹാഗിൻ്റെ പുറകെയാണ്. പുള്ളിയെ എങ്ങനെയും ഈ ഇംഗ്ലീഷ് മീഡിയയ്ക്ക് സാക്ക് ചെയ്ത് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഗാരറ്റ് സൗത്ത് ഗേറ്റിനെ, ഇംഗ്ലണ്ടിൻ്റെ മാനേജറായിട്ടുള്ള ഗാരറ്റ് സൗത്ത് ഗേറ്റിനെയാണ് പുള്ളിയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ആഴ്ച ആയപ്പോഴത്തേനും പേരുകൾ മാറി. തോമസ് ഫ്രാങ്കിൻ്റെ പേര് വരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് ഗാരി ഓനീൽ, വൂൾസിൻ്റെ കോച്ചായിട്ടുള്ള ഗാരി ഓനീലിൻ്റെ പേര് വരെ ഇപ്പം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തോമസ് ഫ്രാങ്ക് ആണെങ്കിലും ഗാരി ഓനീലൊക്കെ ആണെങ്കിലും അവരുടെ ടീമുകളുടെ പൊസിഷനൊക്കെ നമുക്ക് നോക്കാം. അതെ, ബ്രെൻഫോർഡ്, തോമസ് ഫ്രാങ്കിൻ്റെ ബ്രെൻഫോർഡ് 15ാമത്തെ സ്ഥാനത്താണ്. അവർ ഈ ഒരു സീസണിൽ 28 മത്സരങ്ങളിൽ അവരിതുവരെ സ്കോർ ചെയ്തിരിക്കുന്നത് 41 ഗോളുകൾ, 54 കൺസീഡും ചെയ്തു. അപ്പം ടോട്ടൽ അവരുടെ GD എന്ന് പറയുന്നത് -13 15ാമത്തെ സ്ഥാനത്താണ്. പിന്നെ വൂൾസ് 9ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. അവർ ഈ സീസണിൽ 28 മത്സരങ്ങളിൽ 42 ഗോളുകൾ സ്കോർ ചെയ്തു, 44 കൺസീഡ് ചെയ്തു, -2 അവരുടെ GD. യുണൈറ്റഡിൻ്റെ, അതായത് ടെൻ ഹാഗിൻ്റെ യുണൈറ്റഡിനെ നോക്കൂ, 6ാമത്തെ സ്ഥാനത്ത്. ഇവർ സ്കോർ ചെയ്ത ഗോളുകൾ 39 അവരെക്കാളും കുറവാണ്. പക്ഷേ കൺസീഡ് ചെയ്തതും അതുപോലെ തന്നെ 39. ടോട്ടൽ GD എന്ന് പറയുന്നത് 0. അത് യുണൈറ്റഡിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എന്ന് പറയുമ്പോഴത്തേനും യുണൈറ്റഡിന് എന്ത് സ്റ്റാൻഡേർഡ് എന്ന് പലരും ചിലപ്പം കമൻറ്റ് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം ഞാൻ എടുക്കുകയാണ്. ഞങ്ങളുടെ പഴയ ആ ഒരു പാരമ്പര്യമൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമുക്ക് പറയാവുന്നൊരു GD ഒന്നുമല്ല, അത്ര ഭയങ്കരമായിട്ട് പൊക്കി പറയാവുന്ന GD അല്ല. പക്ഷേ ഇവരെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്നു, ബെറ്റർ GD ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇവരെ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്നു എന്നതിന് ഒരു ന്യായീകരണം, ശരിക്കും പറഞ്ഞാൽ ഒരു ലോജിക്കലായിട്ടുള്ള ഒരു ആൻസർ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഗാരി ഓനീലിനെ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ചത് ESPNൻ്റെ മാർക്ക് ഒഗ്ഡൻ എന്ന് പറയുന്ന ജേർണലിസ്റ്റാണ്. അപ്പോൾ മാർക്ക് ഒഗ്ഡൻ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോഴും പുള്ളിക്കൊരു ക്ലാരിറ്റി ഒന്നുമില്ല. പുള്ളി പറയുന്നത് യുണൈറ്റഡിൻ്റെ ഒരു പുതിയ കോച്ചിങ് സെറ്റപ്പിൻ്റെ ഭാഗമായിട്ട് ഗാരി ഓനീലിനെ യുണൈറ്റഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി യുണൈറ്റഡിൻ്റെ ആൾക്കാർ ആഗ്രഹിക്കുന്നു എന്നാണ്. അതായത് നമുക്കിപ്പം ടോട്ടലി ഇപ്പം ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഊഹിക്കുന്നത് എന്താണ്, ടെൻ ഹാഗിൻ്റെ അണ്ടറിൽ ഈ ഒരു മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിക്കുമെന്ന്. അപ്പം ഈ വൂൾസിൻ്റെ കോച്ചായിട്ട് നിൽക്കുന്ന ഈ ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് ടെൻ ഹാഗിൻ്റെ അണ്ടറിൽ ഒരു കോച്ചിങ് ടീമിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്ന ഒരു ലോജിക്കലി എങ്ങനെ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ റിപ്പോർട്ടുകൾ, ഈ ടെൻ ഹാഗിൻ്റെ സാക്കിങ് അല്ലെങ്കിൽ ടെൻ ഹാഗിൻ്റെ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ചുള്ള ഈ റിപ്പോർട്ടുകളൊക്കെ ചുമ്മാ അടിച്ചു വിടുന്ന റിപ്പോർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്തൊന്നും ക്ലാരിറ്റി ഇല്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയം, അതുകൊണ്ട് തന്നെ മീഡിയയ്ക്ക് വേണ്ടത്ര ഹൈപ്പ് കിട്ടുന്നില്ല, അവർക്ക് നല്ല നല്ല ന്യൂസുകൾ കിട്ടുന്നില്ല. സോ മീഡിയ പുറകോട്ട് പോകുന്നു എന്നൊക്കെ കാണുമ്പോഴത്തേനും ഇങ്ങനത്തെ തള്ളുകൾ ആയിട്ട് മാർക്ക് ഒഗ്ഡനെ പോണക്കത്തെ ജേർണലിസ്റ്റുകളൊക്കെ വരും. കുറച്ചൊരു മിനിമം ഒരു ഉളുപ്പ്. അപ്പം നമ്മൾ ഈ ഒരു ന്യൂസൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രിയായപ്പം സ്കൈ സ്പോർട്സിൻ്റെ മെലീസ റെഡ്ഡിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയോസിൻ്റെയും ബ്രെയിൽസ്ഫോർഡിൻ്റെയൊക്കെ ആദ്യത്തെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ ഹാഗിൻ്റെ അറൗണ്ട് ആ ഒരു ഫുട്ബോളിംഗ് സ്ട്രക്ചർ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നല്ല ഫുട്ബോളിംഗ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു വേൾഡ് ക്ലാസ് ഫുട്ബോളിംഗ് സ്ട്രക്ചർ, അതിൽ ഫുട്ബോളിംഗ് സ്ട്രക്ചറിനകത്ത് പല കാര്യങ്ങൾ, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഡേറ്റ അനാലിസിസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, കോച്ചിങ് സ്റ്റാഫിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോപ്പർ എൻവയോൺമെൻറ്റിൽ പുള്ളി വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ടെൻ ഹാഗിനെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ജഡ്ജ് ചെയ്യാനാണ് ഇനിയോസും ബ്രെയിൽസ്ഫോർഡും ഒക്കെ ആഗ്രഹിക്കുന്നതെന്ന് സ്കൈ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനകത്ത് കുറച്ചെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എനിക്ക് ഈ ഒരു മീഡിയയോടൊക്കെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചെൽസി അവിടെ ഉണ്ടല്ലോ, ചെൽസി യുണൈറ്റഡിനേക്കാളും മോശമായിട്ട് പെർഫോം ചെയ്യുന്നു. എന്തുകൊണ്ട് നിങ്ങൾ പൊച്ചറ്റീനോടെ പേര് പറയുന്നില്ല? അതാണ് ഈ ഒരു ക്ലിക്ക് ബൈറ്റിൻ്റെ സാധനം ഞാൻ മുമ്പേ പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി യുണൈറ്റഡിനെയും ടെൻ ഹാഗിനെയൊക്കെ യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഡാൻ ആഷ്വർത്തിൻ്റെ കാര്യം, ഡാൻ ആഷ്വർത്തിന് വേണ്ടി നെഗോസിയേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കാര്യം ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ കഴിയാതെ ന്യൂകാസിൽ വിട്ടുതരും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഇത്രയും ഹാർഡ് നെഗോസിയേഷൻസ് നടത്തുന്നത്. അപ്പോൾ അവരുടെ സീക്രട്ടും കാര്യങ്ങളും ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഡാൻ ആഷ്വർത്തിൻ്റെ കൂട്ടത്തിൽ ന്യൂകാസിൽ പ്ലാൻ ചെയ്തതാണ്. അപ്പം ഡാൻ ആഷ്വർത്ത് ഈ ഒരു സമയത്ത് പെട്ടെന്ന് യുണൈറ്റഡിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം അവരുടെ ഈ ഒരു പ്ലാനെല്ലാം പൊളിഞ്ഞു കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹപ്രകാരം ഡാൻ ആഷ്വർത്ത് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞ് ജോയിൻ ചെയ്യണമെന്നാണ് അവരുടെ ഒരു ആഗ്രഹം എന്നാണ് എനിക്ക് പുറത്തു നിന്നിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഹാർഡ് നെഗോസിയേഷൻസ് ഒക്കെ പറയുന്നത്. 15 മില്യൺ പൗണ്ട്സ് താടാന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇത് കഴിയുമ്പോഴത്തേന് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ കഴിയുമ്പോഴത്തേന് അവർ ചീപ്പറായിട്ട് ഡാൻ ആഷ്വർത്തിനെ വിട്ടുതരും. അതുവരെ നമ്മൾ ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് മുന്നേ കൊണ്ടുവരാൻ പറ്റിയ അത് ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിരിക്കും. അത് വേറൊരു കാര്യം, ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ കാശ് കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പിന്നെ യുണൈറ്റഡുമായിട്ട് ലിങ്ക് ചെയ്ത് 2 യങ്ങർ പ്ലെയേഴ്സിനെ ഇപ്പോൾ ലിങ്ക് ചെയ്യുന്നുണ്ട്.
ബൊക്ക ജൂനിയേഴ്സിൻ്റെ ഡിഫൻഡർ ആരോൺ അൻസെൽമിനോ എന്ന് പറയുന്ന 18 വയസ്സുള്ള ബൊക്ക ജൂനിയേഴ്സിൻ്റെ ആ ഒരു സെൻറ്റർ ബാക്കിനെ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം യുണൈറ്റഡ് മാത്രമല്ല റയൽ മാഡ്രിഡും ആർസനലും ഒക്കെ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേൾക്കുന്നുണ്ട്. ഈവൻ AC മിലാൻ വരെ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ 18.3 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു റിലീസ് ക്ലോസ് ആണ് പുള്ളിക്കുള്ളത്. അപ്പോൾ അത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയെ ഇങ്ങോട്ട് കൊണ്ടുവരാം. പക്ഷേ പുള്ളിയെ മിക്കവാറും ഇനീഷ്യലി ആദ്യത്തെ ഒരു വർഷം മിക്കവാറും പുള്ളിയെ ലോണിൽ വിടാനാണ് സാധ്യത. അത് ചിലപ്പം ബൊക്ക ജൂനിയേഴ്സിൽ തന്നെ പുള്ളി തുടരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നീസ്. ഈ 2 ഓപ്ഷൻസാണ് യുണൈറ്റഡിൻ്റെ മുന്നിലുള്ളത്. അപ്പം ഇങ്ങനത്തെ ഒരു പ്ലെയർ നമുക്കെല്ലാവർക്കും അറിയാം. പുള്ളി നമ്മളിപ്പോൾ ലിങ്ക് ചെയ്യുന്ന ഡിഫൻഡേഴ്സ് അല്ലെങ്കിൽ പ്ലെയേഴ്സ് കൂടുതലും ടെക്നിക്കലി സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പം ഈ ഒരു അൻസെൽമിനോയുടെ കാര്യം അത് തന്നെയാണ് പറയുന്നത്. ടെക്നിക്കലി സ്കിൽഫുള്ളാണ്. ഇത്രയും ചെറിയ പ്രായത്തിലുള്ള പുള്ളിയുടെ ഈ ഒരു ഗെയിം റീഡ് ചെയ്യാനുള്ള കഴിവിനെയൊക്കെ ഒത്തിരി പേര് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വലിയ വലിയ ക്ലബ്ബുകളൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത്. റയൽ മാഡ്രിഡൊക്കെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പ്രദേശത്തോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾക്ക് രണ്ടാമത്തെ പ്ലെയർ AC മിലാൻ്റെ സ്ട്രൈക്കർ 16 വയസ്സുള്ള ഫ്രാൻസിസ്കോ കമാഡ എന്ന് പറയുന്ന സ്ട്രൈക്കറിനെ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. 16 വയസ്സേ ഉള്ള ഈ ഒരു പ്ലെയറിന് പുള്ളി ഇതുവരെയായിട്ടും AC മിലാനിൽ ആ ഒരു പ്രൊഫഷണൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല. പ്രൊഫഷണൽ കോൺട്രാക്റ്റ് AC മിലാനിൽ സൈൻ ചെയ്യും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പുള്ളി. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു യങ്ങർ ഇപ്പം അവരുടെ അക്കാഡമിയിലുള്ള പ്ലെയേഴ്സിന് ആ ഒരു പ്രൊഫഷണൽ കോൺട്രാക്റ്റ് കൊടുക്കുന്ന ആ ഒരു നെഗോസിയേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് സ്ലാട്ടാൻ ഇബ്രാഹിമോവിച്ച് ആണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലാട്ടാൻ ഇബ്രാഹിമോവിച്ചും അതുപോലെ തന്നെ ഈ ഒരു ഫ്രാൻസിസ്കോ കമാഡയുടെ ആ ഒരു ടീമും തമ്മിൽ അവരുടെ റിലേഷൻ അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഫ്രാൻസിസ്കോ കമാഡയെ മറ്റ് പല ടീമുകളുമായിട്ട് ഇപ്പം ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഈ ഒരു യുണൈറ്റഡിൻ്റെ കാര്യം നോക്കിയാൽ 16 വയസ്സുള്ള ഈ ഒരു പ്ലെയറിനെ സ്ട്രൈറ്റ് അവേ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല. ഈ ഒരു ബ്രെക്സിറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 16 വയസ്സുള്ള ഈ ഒരു പ്ലെയറിനെ ഇങ്ങോട്ട് സ്ട്രൈറ്റ് അവേ കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി യുണൈറ്റഡ് ചിലപ്പം നീസിനെ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നീസിൽ പുള്ളിയെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു 2 സീസൺ അവിടെ കളിപ്പിച്ചിട്ട് ബാക്കി 18 വയസ്സാകുമ്പോഴത്തേനും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ ഒരു പ്രൊഫഷണൽ കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്യിപ്പിക്കാനൊരു ശ്രമം യുണൈറ്റഡ് നടത്തിയേക്കാം. അപ്പം ഇങ്ങനത്തെ ഈ ഒരു നീസിനെ കൂടുതലും യുണൈറ്റഡ് ഇനിയിപ്പം മുന്നോട്ട് ഇങ്ങനത്തെ യങ്ങർ ടാലൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് യൂസ് ചെയ്യും എന്നാണ് കേൾക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ഇടണം. ബൈ.